SS2 8-ാം അധ്യായമായ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ഈ ചാപ്റ്ററിൽ 3 പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഒന്ന്, കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായവും. 2, ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായവും. മൂന്നാമത്തത് ഗതാഗതം. ഇങ്ങനെ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായത്തിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ടേബിൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങളാണ്. ഓരോ കാലത്തിനും അനുയോജ്യമായ കൃഷികളാണ് നാം സ്വീകരിച്ചു പോരുന്നത്. അതുകൊണ്ട് നമ്മുടെ കാർഷിക കാലങ്ങളെ 3ആയി തരംതിരിക്കാം: ഖാരിഫ്, റാബി, സൈദ്. ഇത്തരത്തിലുള്ള കാർഷിക കാലത്ത് വിള ഇറക്കുന്ന കാലമാണ് അടുത്ത ടേബിളിൽ കാണുക. രണ്ടാമത്തതിൽ വിളവെടുപ്പ് കാലം കാണും. മൂന്നാമത്തത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിളകൾ. ഈ ടേബിളാണ് ആദ്യം മനസ്സിലാക്കി പഠിക്കേണ്ടത്. ഇനി ഇത്തരത്തിലുള്ള വിളകളെ, കാർഷിക വിളകളെ നമുക്ക് 2ആയി തരംതിരിക്കാം: ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും. ഭക്ഷ്യവിളകളുടെയും നാണ്യവിളകളുടെയും പ്രത്യേകതകൾ ഈ ചാപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തി നാം പഠിക്കേണ്ടത്: അവ ഏതൊക്കെയാണ് ഭക്ഷ്യവിള, നാണ്യവിള എന്നത്, അവയ്ക്ക് അനുയോജ്യമായ മണ്ണിനങ്ങൾ, താപനില, വർഷപാതം അല്ലെങ്കിൽ മഴയുടെ അളവ്, മറ്റു പ്രത്യേകതകൾ. ഇങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാർഷിക വിളകളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു: ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ. ഈ വിളകൾ ഏതൊക്കെയാണെന്നും അവയുടെ അനുയോജ്യമായ മണ്ണിനങ്ങൾ, താപനില, വർഷപാതം, മറ്റു പ്രത്യേകതകൾ, ഇവയാണ് ഇനി അങ്ങോട്ടുള്ള പേജുകളിൽ വിവരിക്കുന്നത്. അതിനെയെല്ലാം നമ്മളൊരു ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആ ഒരു ടേബിളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഭക്ഷ്യവിളകളെന്ന് കാണാം. ആ ഭക്ഷ്യവിളകൾക്ക് അനുയോജ്യമായ മണ്ണിനം, താപനില, വർഷപാതം, മറ്റു പ്രത്യേകതകൾ എന്നിങ്ങനെ കാണാം. ഈ ടേബിൾ മനസ്സിലാക്കി പഠിക്കുക, വ്യക്തമായി ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് കാണുന്നുണ്ടാവും. നാണ്യവിളകൾ, നാണയം നേടിത്തരുന്ന വിളകളാണ് നാണ്യവിളകൾ. അവയെ നേരിട്ട് നമുക്ക് ഭക്ഷ്യയോഗ്യമാക്കാൻ പറ്റില്ല. അതാണ് നാണ്യവിളകൾ. ഈ നാണ്യവിളകളെ വിവിധങ്ങളായി തരംതിരിച്ചിരിക്കുന്നതിൻ്റെ ഫ്ലോർ ചാർട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു പ്രധാനപ്പെട്ട നാണ്യവിളയായ പരുത്തിയെ സംബന്ധിക്കുന്ന ചില പ്രത്യേകതകൾ കൂടി നമ്മൾ തിരിച്ചറിയാനുണ്ട്. പരുത്തി വസ്ത്രനിർമ്മാണ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന വസ്തുവാണ് വസ്ത്രനിർമ്മാണത്തിന് പരുത്തി. അതുകൊണ്ട് ഇതിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് 1818 ഫോർട്ട് ഗ്ലാസ്റ്റർ എന്ന കൽക്കട്ടയ്ക്കടുത്തുള്ള സ്ഥലത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. വൻതോതിൽ പരുത്തിത്തുണി വ്യവസായം ആരംഭിക്കുന്നത് മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെ മുംബൈ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നു. കാരണം ഏറ്റവും കൂടുതൽ പരുത്തിത്തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈയിലാണ് ഉള്ളത്. ഇനി എന്തുകൊണ്ടാണ് മുംബൈ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമായി മാറുന്നത്? അതിനുള്ള കാരണങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. ഇത്തരം ചില പ്രത്യേകതകളാണ് ബോംബെയെ കോട്ടണോപോളിസ് ആക്കി മാറ്റുന്നത്. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ കാർഷിക വിളകളുടെ ടേബിളിൽ മറ്റു വിളകൾ എന്ന കൂട്ടത്തിൽ കരിമ്പ് കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. കരിമ്പ് കൃഷിയുടെ മറ്റൊരു പ്രത്യേകത, പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങൾ എപ്പോഴും കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശത്തിനടുത്തായിരിക്കും. കാരണം
കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീര് എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസ് എന്ന പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾക്കടുത്തു തന്നെ പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ്. ധാതുക്കളെ വിവിധങ്ങളായി തരംതിരിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ധാതുക്കളെ പ്രധാനമായി രണ്ടായി തരംതിരിക്കാം: ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ. ലോഹധാതുക്കളെ രണ്ടാക്കാം: ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ. ഇരുമ്പിൻ്റെ അംശമുള്ളവയ്ക്ക് ഉദാഹരണങ്ങൾ തൊട്ട് താഴെ നൽകും, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയ്ക്കും ഉദാഹരണങ്ങൾ നൽകും. അലോഹധാതുക്കളെ രണ്ടാക്കാം: ധാതു ഇന്ധനങ്ങൾ, മറ്റു ധാതുക്കൾ. അവയുടെ ഉദാഹരണങ്ങളും നൽകിയിട്ടുണ്ട്. ഇവയെ വിശദമായി പരിചയപ്പെടുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഇരുമ്പ് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ വ്യവസായ വികസനത്തിൻ്റെ നട്ടെല്ല് ആണ് ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് നിക്ഷേപ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നും അവ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു പട്ടിക നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണും. അടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ എവിടൊക്കെയാണ്, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ശാലയുടെ പേര്, സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതിൻ്റെ പ്രത്യേകത തുടങ്ങിയ ഒരു ഫ്ലോ ചാർട്ടാണ് ഒരു ടേബിളാണ് നിങ്ങൾ കാണുന്നത്. ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾ, അവയുടെ ഉപയോഗം, അവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ എന്നിവയടങ്ങുന്ന ഒരു ടേബിളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അത് വായിച്ച് മനസ്സിലാക്കുക. ധാതു ഇന്ധനമായ കൽക്കരി, അതിൻ്റെ പ്രത്യേകതകളാണ് സ്ക്രീനിൽ നൽകിയിരിക്കുന്നത്. ഒരു ധാതു ഇന്ധനം എന്നുള്ള നിലയിൽ കൽക്കരിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അടുത്തത് പെട്രോളിയം പ്രകൃതിവാതകവും. ഇതെങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തെ സഹായിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഭാഗം. പെട്രോളിയവും പ്രകൃതിവാതകവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു. അടുത്തത് ആണവ ധാതുക്കളെ കുറിച്ചുള്ളവയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, ഇവയടങ്ങുന്ന ടേബിളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളെല്ലാം മനുഷ്യൻ്റെ ഉപയോഗത്തിനനുസരിച്ച് ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഊർജ സ്രോതസ്സുകളാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഊർജ സ്രോതസ്സ് തേടേണ്ടത് അനിവാര്യമായിരിക്കുന്നു. അതുകൊണ്ട് പുതിയ കാലത്ത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ് നാം വ്യാപകമായി ഉപയോഗിക്കുന്നത്. എന്താണ് പാരമ്പര്യേതരമായ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗത്തിൻ്റെ ഗുണം? സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയോർജം, ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. ഇവയുടെ പ്രത്യേകത പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതുമായ ഊർജ സ്രോതസ്സുകളാണിവ. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടുന്ന ഊർജ വിഭവം കൂടിയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ.